ബിജെപിയിലെ മുതിർന്ന നേതാവ്, രണ്ടാമതും ലോക്സഭാ സ്പീക്കറായ വ്യക്തി ഓം ബിർളയ്ക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാണുള്ളത്. അതുപയോഗിച്ച് പരീക്ഷ പോലും എഴുതാതെയാണോ ഓം ബിർളയുടെ മകൾ അഞ്ജലി ബിർള സിവിൽ സർവീസ് നേടിയത് ആണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓം ബിർളയ്ക്കും ഭാര്യ അമിതയ്ക്കും 2 മക്കളാണ്, ആകാംക്ഷയും അഞ്ജലി ബിർളയും. ഇതിൽ അഞ്ജലി ആദ്യ ശ്രമത്തിൽ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായതാണ് ചില കണ്ണുകടിക്കാർ വിവാദമാക്കുന്നത്. ഇപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന അഞ്ജലി 2019 UPSC പരീക്ഷ പാസ്സായത്. മെയിൻസിൽ 953 മാർക്കും കിട്ടി. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് 2020 ഓഗസ്റ്റിൽ തയ്യാറാക്കിയ റിസർവ് ലിസ്റ്റിൽ അഞ്ജലി ബിർള അടക്കം വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 89 ഉദ്യോഗാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഓം ബിർളയുടെ മകളായതുകൊണ്ടാണ് അഞ്ജലിക്ക് സിവിൽ സർവീസ് ലഭിച്ചതെന്നും അഞ്ജലി സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവുകയോ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വിമർശനമുയരുന്നു. എന്നാൽ ശരിയായ നടപടിക്രമങ്ങൾ പാലിച്ചു തന്നെയാണ് താൻ സിവിൽ സർവീസ് നേടിയതെന്ന് അഞ്ജലി തെളിയിച്ചു. അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അഞ്ജലി വിമർശകരുടെ വായടപ്പിച്ചു. മെറിറ്റ് പട്ടികയിൽ അഞ്ജലിയുടെ റോൾ നമ്പർ കാണാം. പ്രിലിമിനറി, മെയിൻസ് പരീക്ഷകൾ എഴുതിയതിനും തെളിവുകൾ അഞ്ജലി നിരത്തി. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും സിവിൽ സർവീസ് നേടിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് താൻ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്ന് സ്ഥാപിക്കേണ്ടി വരുന്നത്. ഓം ബിർളയുടെ ഇളയ മകളാണ് അഞ്ജലി. മൂത്ത മകൾ ആകാംക്ഷ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ജനങ്ങളോടുള്ള പിതാവിന്റെ പ്രതിബദ്ധത കണ്ടാണ് താനും സേവനത്തിന്റെ പാതയിലേക്ക് ഇറങ്ങിയതെന്ന് സിവിൽ സർവീസിൽ ഉന്നത വിജയം നേടിയപ്പോൾ അഞ്ജലി പറഞ്ഞിരുന്നു. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.